ഹലോ എവ്രിവൺ, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെർട്ടെക്സ് സെക്യൂരിറ്റീസിൻ്റെ ഏറ്റവും പുതിയ ട്രേഡിംഗ് ആപ്പായ വെർട്ടെക്സ് 2.0 ആണ്. ഇത് നമ്മളുടെ അപ്ഗ്രേഡഡ് വേർഷനാണ്. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടോ ഒരു ട്രേഡിംഗ് അക്കൗണ്ടോ വെർട്ടെക്സിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വെർട്ടെക്സ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ലോഗിൻ ചെയ്യാം. ക്ലയൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ മൊബൈൽ നമ്പർ അടിച്ച് രജിസ്റ്റർ ചെയ്യുവാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഒരു OTP കിട്ടുന്നതാണ്. ഓക്കെ, അതിനുശേഷം OTP എൻ്റർ ചെയ്യുക. ഐ എം ജസ്റ്റ് എൻ്ററിങ് മൈ OTP എൻ്റർ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് വരുന്നത് ഒരു ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ് എന്നാണ്. വാച്ച് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വെർട്ടെക്സ് എന്നാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഏത് സ്ക്രിപ്പ് വേണമെങ്കിലും ഏത് സ്റ്റോക്ക് വേണമെങ്കിലും ഇതിനകത്ത് സെർച്ച് ചെയ്യാം. മുകളിൽ സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുവാണ്. സെർച്ച് ചെയ്തതിന് ശേഷം ആ പ്ലസ് ബട്ടണിൽ നമുക്ക് അമർത്താവുന്നതാണ്. അതിൽ ആഡ് ചെയ്യാം. ഡൺ കൊടുക്കുക. ഡൺ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഒരു രജിസ്റ്റേർഡ് ക്ലയൻറ്റും എക്സിസ്റ്റിംഗ് ക്ലയൻറ്റും യൂസ് ചെയ്യുന്നത് സെയിം പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്കൊരു എക്സിസ്റ്റിംഗ് ക്ലയൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലയൻറ്റ് ID എൻ്റർ ചെയ്യണം. നമ്മളുടെ ക്ലയൻറ്റ് ID എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും. ആ OTP എൻ്റർ ചെയ്യുക. ഇനി പുതിയ പാസ്വേഡ് കൊടുക്കണം. അതിന് നമുക്ക് വരുന്ന അപ്പർ കേസായിട്ടുള്ള ഇതുമുണ്ട്, ലോവർ കേസായിട്ടുള്ള ഇതുമുണ്ട്. നമ്പേഴ്സും ഉപയോഗിക്കേണ്ടി വരും, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ വെർട്ടെക്സ് VER@123 എന്നാണ് ഞാൻ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. അത് 2 പ്രാവശ്യം എൻ്റർ ചെയ്യുക. പാസ്വേഡ് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് യൂസർ ID ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ യൂസർ ID ഇവിടെ കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് പാൻ കാർഡോ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുവാണ്. ലോഗിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് വരുന്നത് നമുക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. വാച്ച് ലിസ്റ്റ് 1 എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ക്രിയേറ്റ് കൊടുക്കുക. വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ വേണമെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും വരുന്നുണ്ട്. ഇപ്പം ഞാൻ റിലയൻസ് സെർച്ച് ചെയ്യുവാണ്. റിലയൻസിൻ്റെ അതിൻ്റെ ഇപ്പുറത്തൊരു പ്ലസ് ചിഹ്നം കാണുന്നതിൽ അതിൽ അമർത്തുക. ഡൺ കൊടുക്കുക താഴെ. ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് അത് ആഡായി വന്നിട്ടുണ്ട്. റിലയൻസ് ആഡായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ താഴെ നമ്മുടെ സെർച്ച് ബട്ടൺ ഉണ്ട്. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏത് സ്റ്റോക്കാണ് വേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. ആക്സിസ് ആണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ സൈഡിൽ തന്നെ പ്ലസ് ബട്ടൺ അമർത്തുക. അപ്ഡേറ്റഡ് ആയി, സ്റ്റോക്ക് വന്നു കഴിഞ്ഞു. ഇനിയും നമുക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ആഡ് സ്ക്രിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ DLF സെർച്ച് ചെയ്യാൻ പോവുകയാണ്. DLF വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പുറത്ത് പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് ആഡ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വേറെ ഓപ്ഷൻസ് ഇതിനകത്ത് ഏതൊക്കെ നമ്മൾ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ ഇപ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ വേർട്ടെക്സ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് മുകളിൽ കാണുന്നത്. അതിൽ ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ആരോ ബട്ടൺ ഉണ്ട്. ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് ലിസ്റ്റുകൾ വരും. നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വാച്ച് ലിസ്റ്റുകൾ വരും. ഇതിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മൈ ഹോൾഡിങ്സ് ഉണ്ട്. മൈ ഹോൾഡിങ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക്. ഇപ്പം നമ്മളുടെ ഹോൾഡിങ്സ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് പോവാം. ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഷെയറുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടേക്കുന്നതും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ ഹോൾഡിങ്സ് ആണ് എടുത്ത് നോക്കുന്നതെങ്കിൽ ഹോൾഡിങ്സിൻ്റെ ഡീറ്റെയിൽസും അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഇതിൻ്റെ സൈഡിൽ NSE ഏത് ഇതാണ് സെഗ്മെൻ്റ് ആണെന്നുള്ളത് കാണാം. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ളതാണ് ഡീറ്റെയിൽസ് കാണാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ നമ്മൾ 4 ഷെയർ കയ്യിലുണ്ട്. ആ ഡീറ്റെയിൽസ് അവിടെ കാണാം. എത്ര രൂപയാണ് ഇപ്പോൾ നിൽക്കുന്നത്, എത്ര രൂപ പ്ലസ്സിലാണ് നിൽക്കുന്നത്, എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി ആ ടാറ്റ മോട്ടോഴ്സിൽ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. മാർക്കറ്റ് ഡെപ്ത് കാണാൻ സാധിക്കും. ഇവൻറ്റ്സ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, എത്ര ഡീറ്റെയിൽസാണ്, ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, കീ സ്റ്റേറ്റസ് കാണാൻ പറ്റും. ഇന്നത്തെ ഹൈ ലോ ആയിട്ടുള്ളത് കാണാം. 52 വീക്സ് ആയിട്ടും എങ്ങനെയാണ് ഈ സ്റ്റോക്ക് എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ഇതിൽ ഇവൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇവൻറ്റ്സാണ്, ന്യൂസ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്, റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്, അനാലിസിസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെക്കമെൻഡേഷൻസിലൊക്കെ അനാലിസിസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ചാർട്ട് ഡീറ്റെയിൽസ് എല്ലാം കാണാം നമുക്ക്. അതിൻ്റെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഓൾമോസ്റ്റ് എവറി ഡീറ്റെയിൽസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഓപ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഓപ്ഷൻ്റെ ഡീറ്റെയിൽസും അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ കമ്പനി ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. കമ്പനി ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് കമ്പനിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് ബുക്ക് ക്ലോഷർ ഡാറ്റ, റെക്കോർഡ് ഡാറ്റ, കമ്പനിയുടെ ഇൻഫർമേഷൻ, മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ്, സെക്യൂരിറ്റി ഡീറ്റെയിൽസ്, ഇതെല്ലാം ഒറ്റ ക്ലിക്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. നമുക്ക് ചാർട്ട് അവൈലബിൾ ആണ് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള. അത് സെൽ ബട്ടൻ്റെ മുകളിൽ ചാർട്ട് ബട്ടൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർട്ട് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് സൂം ചെയ്യാം. അത് നമ്മൾ കംഫർട്ടബിൾ ആണ്. ഇതിൽ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് ഉണ്ട്. 1 മിനിറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഡാറ്റയുണ്ട്, 1 ഡേ ഉണ്ട്, 1 വീക്ക് ഉണ്ട്, 1 മന്ത്, ഹിസ്റ്റോറിക് ചാർട്ട് വരെയുണ്ട്. ആ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഡാറ്റ സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെയുള്ളത് ചാർട്ടിൻ്റെ സ്റ്റൈലുകളാണ്. പലതരത്തിലുള്ള സ്റ്റൈലുകൾ നമ്മളുടെ അടുത്തുണ്ട്. ഇത് വെർട്ടെക്സ് ലൈൻ ഉണ്ട്, കളേർഡ് ബാർ ഉണ്ട്, ബേസ് ലൈൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സ്റ്റഡീസാണ്. നമുക്കൊരു 200ഓളം സ്റ്റഡീസ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. അത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ വിൽക്കാം, ആ ഒരു ഓപ്ഷനിലേക്ക് പോവാം. ഇതിൽ നമ്മൾ എക്സ്ചേഞ്ച് മാറ്റി കൊടുക്കാനുണ്ട്. മുകളിൽ ആദ്യം വരുന്നത് NSE ഉണ്ട്, BSE ഉണ്ട്. നെക്സ്റ്റ് താഴെ വരുന്നത് ഇൻട്രാഡേ ഓപ്ഷനുണ്ട്, ഡെലിവറി ഓപ്ഷനുണ്ട്. ഇതിൽ നമ്മളുടെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നെക്സ്റ്റ് താഴെ വരുന്നത് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനുള്ള പ്രൈസ്, യുവർ പ്രൈസ് എന്നുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ട്രിഗർ, സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവർക്കാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് വാങ്ങിക്കാം. മാർക്കറ്റ് പ്രൈസിനാണെങ്കിൽ നമ്മൾ താഴെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് ഇതിൽ 2 ഓപ്ഷൻ വേറെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് ഇപ്പം നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിന് വേണമെങ്കിൽ നമുക്ക് തൊട്ടിപ്പുറത്ത് ആ എമൗണ്ട് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിക്വയർഡ് മാർജിൻ ഒരെണ്ണം വാങ്ങിക്കാൻ എത്ര രൂപ നമ്മളുടെ വേണം, അവൈലബിൾ ആയിട്ട് നമ്മളുടെ കയ്യിൽ എത്രയുണ്ട്, ആ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി താഴെ വരും. ഇപ്പോൾ എമൗണ്ട് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ 1000 രൂപ എൻ്റെ കയ്യിലുണ്ട്, 1000 രൂപയ്ക്ക് വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് 2 സ്റ്റോക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ളൊരു പ്രൈസ്, ഇപ്പം നമ്മൾ യുവർ പ്രൈസിൽ നിന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ഞാനൊരു എൻ്റർ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇത്ര പ്രൈസിന് മതി സ്റ്റോക്ക്, ഈ പ്രൈസിന് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 480 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എത്ര എണ്ണം വേണം, എനിക്ക് 2 എണ്ണം മതി, 2 എണ്ണം വേണം എന്നുള്ള ഓപ്ഷൻ ഞാൻ വയ്ക്കുവാണ്. അതിനെത്ര റിക്വയർഡ് മാർജിൻ എത്ര വേണ്ടി വരും, അവൈലബിൾ ആയിട്ട് എനിക്ക് എത്ര ബാലൻസ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് അവിടെ വരും. കൺഫേം ചെയ്യുക. ഓർഡർ പ്ലേസ്ഡ് ആയി, നമ്മൾ സ്റ്റോക്ക് ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കിനി അടുത്ത ഒരു സ്റ്റോക്കും കൂടെ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കാം. അടുത്തത് ഞാൻ ഐഡിയ സ്റ്റോക്ക് സെലക്ട് ചെയ്യുവാണ്. ഐഡിയ നമുക്ക് എക്സ്ചേഞ്ച് മാറ്റി കൊടുക്കുക. ഇൻട്രാഡേയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഡെലിവറിയിൽ ഇപ്പോൾ ബൈ ചെയ്യുവാണ്. മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 9.65 രൂപ ഉണ്ട്. ഞാനൊരു 100 എണ്ണം വാങ്ങിക്കാനുള്ള ഓർഡർ ഇടുവാണ്. ഇപ്പോൾ 100 എണ്ണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി എത്ര നമുക്ക് വേണ്ടി വരും, ആ ഡീറ്റെയിൽസ് എത്ര രൂപയാണ് വേണ്ടി വരിക എന്നുള്ളത് അവിടെ വരും. കൺഫേം ചെയ്യുക. ഓർഡർ പ്ലേസ്ഡ് ആയി. ഇനി നമുക്ക് ഇത് ഓർഡർ സ്റ്റേറ്റസിലേക്ക് പോയി നോക്കാം. ഇതിൻ്റെ എന്തൊക്കെയാണ് ഓർഡർ നമ്മൾ ചെയ്തിരിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ അറിയാൻ പറ്റും. ഇതിൽ ഓപ്പൺ ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും, കംപ്ലീറ്റഡ് ഓർഡേഴ്സ് ഉണ്ട്, ഓൾ ഓർഡേഴ്സ്. ഇതിൽ ഓപ്പണിലാണെങ്കിൽ നമ്മൾ നേരത്തെ പ്ലേസ് ചെയ്ത ഓർഡർ കിടക്കുന്നുണ്ട്, ടാറ്റ മോട്ടോഴ്സ്, അത് പെൻഡിങ്ങിലാണ് കിടക്കുന്നത്, നമുക്കത് കിട്ടിയിട്ടില്ല. 480 നമ്മൾ ഓർഡർ ചെയ്തത്, അത് കിട്ടിയിട്ടില്ല, അത് ഓപ്പണായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റഡ് ആണ്. നമ്മൾ ഐഡിയ ഡെലിവറിയിൽ ബൈ എടുത്തായിരുന്നു, അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അത് എത്ര ഷെയറിനാണ്, 100 ഷെയർ, 9.60 ഉള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. ആ കംപ്ലീറ്റ് ഓർഡറായിട്ട് ആ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഓൾ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിൽ നെറ്റ് പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ അറിയാം. ഇനി നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് പോവാം. പോർട്ട്ഫോളിയോയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 13,000 സംതിങ് ആണ്, 800 സംതിങ് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് വാല്യുവേഷൻ എത്രയുണ്ട്, ഇപ്പോൾ 15,000 രൂപ അടുത്ത് വാല്യുവേഷൻ ഉണ്ട്. അത് എത്ര പ്രോഫിറ്റ് ഉണ്ട്, 1,100 മുകളിൽ പ്രോഫിറ്റ് ഉണ്ട്. ആൻഡ് അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇന്ന് എത്രയാണ്, 2 days പ്രോഫിറ്റ് ആൻഡ് ലോസും വരെ ആ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അതിന് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കാൻ പറ്റും. മാക്സ് ഹെൽത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 10 സ്റ്റോക്ക്, ആവറേജ് പ്രൈസ് വാങ്ങിയിരിക്കുന്നത് 350 രൂപയ്ക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം. താഴെയും ഓരോ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന പൊസിഷൻ നമുക്കത് കാണാൻ പറ്റും. ഐഡിയ വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം. ഇനി നമുക്ക് ഇൻഡൈസസ് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻഡൈസസിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഉണ്ട്, സെൻസെക്സ് ഉണ്ട്. ഇനി വ്യൂ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ഫേവറേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലിപ്പോൾ 2 എണ്ണം ആദ്യത്തെ വരുള്ളൂ. പിന്നെ ഇപ്പുറത്ത് ലോക്കൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. നിഫ്റ്റി MNC ഉണ്ട്, നിഫ്റ്റി PNC PSU ആൻഡ് FMCG ഉണ്ട്, നിഫ്റ്റി IT, എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് ആഡ് ചെയ്യാം, മൈ ഫേവറേറ്റിലോട്ട് ആഡ് ചെയ്യാം. ലോക്കലിലോട്ട് പോവാതെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് നമുക്ക് ഗ്ലോബൽ ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ വേൾഡ് മാർക്കറ്റ് ഏതൊക്കെയാണ്, എല്ലാ മാർക്കറ്റും ഉണ്ട് അതിനകത്ത്, USA, ജപ്പാൻ, എല്ലാ ഡീറ്റെയിൽസും നാസ്ഡാക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അതും വേണമെങ്കിൽ നമുക്ക് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ഉണ്ട്, ലോവർ അപ്പർ സർക്യൂട്ട് വഹിക്കുന്ന സ്റ്റോക്കുകൾ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസൊക്കെ കാണാം. ഇന്ന് മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇന്ന് അപ്പ് അയക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ആ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. പിന്നെ ന്യൂസ്, അനൗൺസ്മെൻറ്റ്,
ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ന്യൂസ്, അതിൻ്റെ ഇവൻറ്റ്സ്, എന്തൊക്കെയാണ് ഇവൻറ്റുകൾ നടക്കുന്നത് മാർക്കറ്റിൽ, ഓരോ ഡേറ്റിൽ സ്റ്റോക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ അറിയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിലുണ്ട് നമ്മുടെ പ്രൊഫൈൽ. ഇതിപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് കാണാം. ഇതിനകത്ത് നമ്മൾ ഫണ്ട് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടിൽ നമ്മളുടെ കയ്യിൽ എത്രയാണ് ഫണ്ട് ഉള്ളത്, അവൈലബിൾ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റായിട്ട് എത്രയാണ് കിടക്കുന്നത്, മാർജിൻ യൂട്ടിലൈസ്ഡ് എത്രയാണ്, നമ്മൾക്ക് എത്ര വേണമെങ്കിലും ആ ഡീറ്റെയിൽസ് അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് റെക്കമെൻഡേഷൻസ്, അലേർട്സ്, ആ ഡീറ്റെയിൽസൊക്കെ അവിടെ നോക്കാൻ പറ്റും. താഴെ മെസ്സേജസ് ഉണ്ട്, പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്. നമുക്ക് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഫ്യൂച്ചർ വാല്യൂ, ഓപ്ഷൻ വാല്യൂ, സ്പാൻ മാർജിൻ, ഈ ഡീറ്റെയിൽസൊക്കെ നമുക്കവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പാൻ മാർജിനാണ് അറിയാനാണെങ്കിൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ റിലയൻസ് ഞാൻ സെർച്ച് ചെയ്യുവാണ്. റിലയൻസിൻ്റെ സ്പാൻ മാർജിൻ എത്ര വരും എന്നുള്ളത് ആ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കാണാം. എക്സ്പോഷർ എത്ര വേണം, ഇനീഷ്യൽ മാർജിൻ എത്ര വേണം, ആ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നീഡ് ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, ചേഞ്ച് എങ്ങനെ, എംപിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസും ഇതിനെക്കുറിച്ചുള്ളതെല്ലാം താഴെ കിട്ടും. ഇനി റിപ്പോർട്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് IPO വരുന്ന പുതിയ IPO, മാർജിൻ പ്ലഡ്ജ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്ക് ഓഫീസ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് തന്നെ കിട്ടും റിപ്പോർട്ട്സിൽ. പിന്നെ വേണ്ടത് നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീം വേണമെങ്കിൽ മാറ്റാം. ലൈറ്റ് തീമുണ്ട്, ഡാർക്ക് തീമുണ്ട്. അത് നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഇടാം, ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഇടാം. പിന്നെ ഉള്ളത് നമ്മുടെ പ്രൊഡക്റ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനാണ്. പ്രൊഡക്റ്റ് ടൈപ്പ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഇൻട്രാഡേ വേണോ അല്ലെങ്കിൽ ഡെലിവറി വേണോ, ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട് പ്രിഫറൻസ് അനുസരിച്ച്. അത് വേണമെങ്കിൽ ഡെലിവറി മാത്രം ആക്കി ഇടാനാണെങ്കിൽ അതിൽ പ്രൊഡക്റ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക, അത് ചെയ്യാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ട്രേഡ് മെസ്സേജസ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. പിന്നെ നമുക്ക് സെക്യൂരിറ്റി സെറ്റിങ്സ് ഉണ്ട്. അതായത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OTP വരും. OTP എൻ്റർ ചെയ്യുക. പിന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് എനേബിളാണ്. അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എംപിൻ വേണമെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യാം. പാസ്വേഡ് ആണെങ്കിൽ ചേഞ്ചിങ് അവിടെ നിന്ന് തന്നെ ചെയ്യാം. എംപിൻ ആണെങ്കിൽ നമ്മളുടെ പഴയ എംപിൻ അടിക്കുക, പുതിയ എംപിൻ, പിന്നെ കൺഫേം ചെയ്യുക. എംപിൻ ചേഞ്ച് ആവും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മളുടെ പാസ്വേഡ് ചേഞ്ച് ആണ്. സെയിം പ്രോസസ്സ് തന്നെ. നമ്മളെ പഴയ പാസ്വേഡ് അടിക്കുക, പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക, കൺഫേം ചെയ്യുക. നമുക്ക് പുതിയതായിട്ട് ഫണ്ട് ആഡ് ചെയ്യാനായിട്ടാണ്, ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മെനു ബാറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മെനു ബാറിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ മുകളിൽ ഫണ്ടിൻ്റെ അവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ ഫണ്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. എത്രയാണ്, ഇപ്പോൾ ഒരു 500 റുപ്പീസ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുവാണ്. UPI, നമ്മളുടെ UPI ID ഇവിടെ എൻട്രി ചെയ്യുക. UPI ID എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു വിൻഡോ വരും, അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് വരും. അത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇത് നേരെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, അതിലാണെങ്കിൽ ഏത് UPI ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനകത്തേക്ക് വരും. നമുക്കിപ്പോൾ റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് ജസ്റ്റ് പേ കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. പേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ ഓൺ ദ സ്പോട്ട് അതപ്പം തന്നെ അപ്ഡേറ്റ് ആയി നമ്മളുടെ ഇതിനകത്തേക്ക് വരും, ട്രേഡിങ്ങിലേക്ക് വരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.